എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ മാത്സിലെ അരിത്തമെറ്റിക് സീക്വൻസ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പേജ് നമ്പർ 27 സെക്കൻഡ് ക്വസ്റ്റ്യൻ വരെ ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. The sum of the first 5 terms of an arithmetic sequence is 115 and the sum of the first 10 term is 550 എന്ന് വന്നിട്ടുണ്ട്. സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150ഉം ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്രയാണ്? 550 തന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കണ്ടുപിടിക്കണം? തേർഡ് ടേം കണ്ടുപിടിക്കണം അല്ലെ, 8ാം പദം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് 3 ടേംസ് നമുക്കിവിടെ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ 5 ടേം ഉണ്ട്, അതായത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 തന്നിട്ടുണ്ട്. എത്രയാണ്? 150 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയും തന്നിട്ടുണ്ടല്ലോ, അതായത് x1 പ്ലസ് x2 പ്ലസ് x3 x4 പ്ലസ് x5 x6 x7 x8 x9 x10 അല്ലെ, അതും തന്നിട്ടുണ്ട്. എത്രയാണ്? 550 തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യമേ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? x3 ആണ്, തേർഡ് പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പം ഇത് നോക്കിയേ, ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയാണ്? 150 തന്നിട്ടുണ്ട്. അതിലെ x3 എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ ആയിട്ട് വരും? മിഡിൽ ടേം ആയിട്ട് വരൂലേ? നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാലോ. ഏതാണ്? സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം അല്ലെ, നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിന് മിഡിൽ ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മിഡിൽ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. മിഡിൽ ടേം എന്ന് പറയുമ്പോൾ ഇത് വരും, x3 വരും അല്ലെ. x3 ഈസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ദെൻ സം എത്രയാണ്? 150 ആണ്, ഡിവൈഡ് ബൈ 5 ടേം ആണുള്ളത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 30 വരും. അതായത് x3ന്റെ വാല്യൂ എത്രയാണ്? 30 വന്നു. x3 കണ്ടുപിടിച്ചല്ലോ. ഇനി അടുത്ത എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ 8th ടേം കണ്ടുപിടിക്കാണ്ട് അല്ലെ. 8th ടേം എന്നൊക്കെ നമുക്ക് ആദ്യത്തെ 10 പദങ്ങളുടെ തുക ഇവിടെ 550 തന്നിട്ടുണ്ട്. അതായത് ഈ 5 പദങ്ങളുടെ തുക നമുക്കറിയാം. എത്രയാണ്? 150 ആണെന്നറിയാം, ഈ 5 പദങ്ങളുടെ തുക. ദെൻ ബാക്കി 6, 7, 8 എല്ലാം കൂടെ കൂട്ടി ടോട്ടൽ വരുന്ന 550 എന്ന് പറയാം. അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ ഈ 6, 7, 8, 9, 10 അതിന്റെ തുക കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? ടോട്ടലിൽ നിന്ന് 5 വരെയുള്ള കുറച്ചാൽ പോരെ. അപ്പൊ എത്ര കിട്ടും? ഇവിടെ 400 വരും. മനസ്സിലായല്ലോ? ഇനി ഏതാണ്? 8ാം പദം അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഈ 8ാം പദം ഇവിടെ ആയിട്ട് വരുവല്ലേ. ഇതല്ലേ 8ാം പദം ചോദിക്കുന്നത്. അതായത് 6, 7, 8, 9, 10 അതിലെ മിഡിൽ ടേം ആണല്ലോ അല്ലെ. അപ്പം x8 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് മിഡിൽ ടേം ആണ്. എന്ത് കണ്ടുപിടിക്കാം? സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ഇത്രയും 6 തൊട്ട് 10 വരെയുള്ള സം നമുക്കറിയാം 400 ആണ്, ഡിവൈഡ് ബൈ 5 വരും അല്ലെ. അപ്പം x8 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വരും? 80 വരും അല്ലെ. അപ്പം 8ാം പദം നമുക്ക് എത്ര കിട്ടി? 80 കിട്ടി. മനസ്സിലായല്ലോ? ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തെ 3 പദങ്ങൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ 3ാം പദം എത്ര കിട്ടി? 30 കിട്ടി. അതുപോലെ തന്നെ 8ാം പദം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 കിട്ടി. ആദ്യത്തെ 3 പദങ്ങളല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ആദ്യത്തെ 3 പദങ്ങൾ എന്ന് പറയുമ്പോൾ 1ാം പദവും 2ാം പദവും. 3ാം പദം ഇത് ഓൾറെഡി ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. d ഈസ് ഈക്വൽ ടു td ഡിവൈഡ് ബൈ pd. ഇത് വെച്ചിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 80 മൈനസ് 30 ഡിവൈഡ് ബൈ 8 മൈനസ് 3. എത്ര വരും? 50 ഡിവൈഡ് ബൈ 5 വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 വരും. അതായത് കോമൺ ഡിഫറൻസ് എവിടെ വന്നു? 10 വന്നു. അപ്പൊ 3ാമത്തെ പദം നമുക്കറിയാം 30 ആണ്. 2ാമത്തെ പദം എത്ര വരും? കോമൺ ഡിഫറൻസ് 10 അല്ലേ, 20 വരും. ആദ്യത്തെ പദം 10 വരും. ഇതാണ് ആദ്യത്തെ 3 പദങ്ങൾ. അതായത് x1 എന്ന് പറയുന്നത് 10 ആണ്, x2 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 20 ആണ്, x3 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 30 ആണ്. മനസ്സിലായല്ലോ? Then next question. The sum of the 11th and 21st term of an arithmetic sequence is 80. What is the 16th term? സമാന്തര ശ്രേണിയുടെ 11ാം പദത്തിന്റെയും 21ാം പദത്തിന്റെയും തുക എന്ന് പറഞ്ഞിരിക്കുന്നത് 80 ആണ് എങ്കിൽ 16ാം പദം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 11ാം പദം x11 പ്ലസ് x21 എത്രയാണ്? 80 ആന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ 16ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 16ാമത്തെ പദം എവിടെയായിട്ട് വരും? നമുക്ക് ഒന്ന് എഴുതി നോക്കാം. x1 x11 കേട്ടോ, 11 x12 21. അപ്പൊ ഇതാണല്ലോ 21 വരെയുള്ള പദം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 11ാമത്തെയും അതുപോലെ തന്നെ 21ാമത്തെയും പദം അതിന്റെ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് വന്നിട്ടുണ്ട്. അതായത് x11 പ്ലസ് x21 ആണ് നമുക്ക് എത്രയും തന്നിരിക്കുന്നത്? 80 എന്ന് തന്നിരിക്കുന്നത്. ഇനി
ഈ 16-ാം പാദം എന്ന് പറഞ്ഞാൽ എവിടെയായിട്ട് വരുന്നത് നോക്കി. ഇതാണ് 16-ാം പദമാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ 16-ാം പാദം എന്ന് പറഞ്ഞാൽ എവിടെയായിട്ട് വരും? മിഡിലായിട്ട് വരൂലേ? ഇതാ ഇവിടുന്ന് 5 ആണ്, ഇതാ ഇവിടുന്ന് 5 ഡിഫറൻസ് ആണുള്ളത്. അപ്പോ x60 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ 16-ാം പാദം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതായിട്ട് വരും? മിഡിൽ ടേം ആയിട്ട് വരും. ഇത് മിഡിൽ ടേം ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് പദങ്ങളുടെ തുക നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മിഡിൽ ടേം എത്രയായിരിക്കും? ഈ തുകയുടെ പകുതി ആയിരിക്കുമല്ലോ. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? ക്ലിയർ ആയല്ലോ പറഞ്ഞു. അപ്പൊ അതിന്റെ പകുതി ആയിരിക്കുമല്ലോ. അതായത് x11 പ്ലസ് x21 നമുക്കറിയാം 80 ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം മിഡിൽ ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? മിഡിൽ ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? x11 പ്ലസ് x21 ഡിവൈഡ് ബൈ 2 ആണല്ലോ അല്ലെ? ഇതിന്റെ പകുതി ആയിരിക്കുമല്ലേ ഈ മിഡിൽ ടേം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചതല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നമുക്കറിയാം 80 എന്ന് തന്നിട്ടുണ്ട്. 80/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 വരും. സിമ്പിൾ അല്ലേ? നമ്മൾ പഠിച്ച റൂളുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. Then അടുത്ത ക്വസ്റ്റ്യൻ. The angles of a pentagon are in an arithmetic sequence. If the angles are written according to their magnitude, what would be the third angle? The smallest angle is 40 degree. What are other angle? Can the smallest angle be 36 degree? ഇതാണ് ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചഭുജാണ്, 5 കോണുകളാണുള്ളത്, സമാന്തര ശ്രേണിയിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോണുകൾ വലിപ്പക്രമത്തിൽ എഴുതിയാൽ മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കണം. ചെറിയ അളവ് 40 ഡിഗ്രി ആയാൽ മറ്റു കോണുകൾ കണ്ടുപിടിക്കണം. പിന്നെ ചോദിച്ചിരുന്നത് 36 ഡിഗ്രി അതിലെ ചെറിയ കോണാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആയാലോ? അപ്പൊ നമുക്കറിയാം പഞ്ചഭുജമാണ്. പഞ്ചഭുജം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 5 സൈഡും ഉണ്ട്. അതുപോലെ എങ്ങനെയാണ്? 5 ആംഗിൾ. ഓക്കെ, 5. ഇപ്പൊ ഇത് 1 2 3 4 5 ഇല്ല, 5 സൈഡും 5 ആംഗിളും ഉണ്ട്. എന്താണ് പറയുന്നത്? കോണുകൾ എങ്ങനെയാണ്? വലിപ്പക്രമത്തിൽ എഴുതിയാൽ മൂന്നാമത്തെ കോണാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? വലിപ്പക്രമത്തിൽ എഴുതുവാണ് മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കുന്നത്. അതായത് x3 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കറിയാം ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇത് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഇന്നർ ആംഗിളിന്റെ തുക കണ്ടുപിടിക്കാൻ അല്ലെ? സം ഓഫ് ഇന്നർ ആംഗിൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. സം ഓഫ് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? n-2 ഇൻറ്റു 180 അല്ലേ? n എത്രയാണ്? 5 ആണ്. -2 ഇൻറ്റു 180 വരും. 3 ഇൻറ്റു 180 വരും അല്ലേ? അപ്പൊ എത്രയാണ്? 540 വരുമല്ലോ. 540 ഡിഗ്രി. അതായത് ഇതിലെ എല്ലാ കോണിന്റെ അളവുകളുടെയും തുക എത്രയാണ്? 540 ആണ്. അപ്പൊ നമുക്ക് ഇവർ കിട്ടിയിരിക്കുന്ന 540 എന്താണ്? അതിന്റെ തുകയല്ലേ? ഓരോ കോണിന്റെയും തുകയല്ലേ? x1 ഒരു കോൺ എടുത്തു, x2 രണ്ടാമത്തെയാണ്, x3 x4 x5 ഇതല്ലേ നമുക്കിവിടെ കിട്ടിയത് 540 എന്ന് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? x3 ആണ് കണ്ടുപിടിക്കേണ്ടത്. x3 ഇവിടെ എന്തായിട്ട് വരും? മിഡിൽ ടേം അല്ലേ ഇവിടുത്തെ? ക്ലിയർ ആയല്ലോ? അപ്പൊ മിഡിൽ ടേം ആണ്. അപ്പൊ നമുക്കറിയാലോ സം കാണാനുള്ള ഇക്വേഷൻ സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം ആണ്. ദെൻ മിഡിൽ ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? മിഡിൽ ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? x3 ആണ് ഇല്ലേ? x3 ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് വരും. സം എന്ന് പറഞ്ഞിരിക്കുന്നത് 540 ആണ്, ഡിവൈഡ് ബൈ 5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 108. അതായത് x3 എന്ന് പറഞ്ഞിരിക്കുന്നത് 108 ഡിഗ്രി ആണ് നമുക്ക് കിട്ടിയല്ലോ. തേർഡ് ആംഗിള്. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? സ്മോളസ്റ്റ് ആംഗിൾ 40 ഡിഗ്രി ആവുകയാണെങ്കിൽ മറ്റ് ആംഗിൾ, ഏറ്റവും ചെറിയ ആംഗിൾ എന്താണ്? 40 ഡിഗ്രി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 40 ഡിഗ്രി ആണെങ്കിൽ മറ്റ് ആംഗിൾ. മൂന്നാമത്തെ ആംഗിൾ നമുക്കറിയാം 108 ആണ്. സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത് അരിത്മെറ്റിക് സീക്വൻസിലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്കറിയാം സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ x1 ആണ്. x1 ഇവിടെ 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? x3 നമുക്ക് ഇവിടെ കിട്ടി 108 ഡിഗ്രി ആണെന്ന് കിട്ടി അല്ലേ? അപ്പൊ ബാക്കി എന്തൊക്കെ കണ്ടുപിടിക്കണം? x2 x4 x5 കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ക്ലിയർ ആയല്ലോ? നമുക്ക് കോമൺ ഡിഫറൻസ് എടുക്കാം. ഇതിൽ നിന്ന് d ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 108 മൈനസ് 40 ഡിവൈഡ് ബൈ 3 മൈനസ് 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 108 മൈനസ് 40 എത്രയാണ്? 68 വരും ഇല്ലേ? 68 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 34. അതായത് കോമൺ ഡിഫറൻസ് d എത്ര വന്നു? 34 വന്നു. മനസ്സിലായല്ലോ? ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഫസ്റ്റ് ടേം 40 ആണ്. ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ 40 ആയിട്ട് എടുത്തു. ദെൻ സെക്കൻഡ് ടേം എത്രയാണ്? 34 കൂട്ടുക, എത്ര വരും? 74 വരും അല്ലെ? 74 ഡിഗ്രി വരും. അടുത്ത് പിന്നെ 34 കൂട്ടുക, അതായത് മൂന്നാമത്തെ ആംഗിൾ നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നു 108 വരും. ദെൻ അടുത്തത് 142 ഡിഗ്രി വരും. 34 വെച്ച് കൂട്ടുക കേട്ടോ, 176 ഡിഗ്രി വരും. ഇതാണ് മറ്റു കോണുകൾ. മനസ്സിലായല്ലോ? 40 ഡിഗ്രിയാണ് ആദ്യത്തെ കോണെങ്കിൽ, ചെറിയ കോണെങ്കിൽ മറ്റു കോണുകളൊക്കെ കിട്ടി. ഇനി ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ചെറിയ കോൺ 36 ഡിഗ്രി ആകുമോ എന്നാണ് ചോദിച്ചിരുന്നത്. ഇപ്പൊ ചെറിയ കോൺ 40 ഡിഗ്രി ആയാലത്തെ കോണുകളോ നമുക്ക് ഇവിടെ കിട്ടി.
ചെറിയ കോൺ 36 ഡിഗ്രി ആകുമോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം 36 ഡിഗ്രി ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഈ ഇതെന്ന് പറയുന്ന 40 എന്ന് വെച്ചാൽ x1 ആണ്, 176 എന്ന് പറഞ്ഞാൽ x51 ആണ്. അവസാനത്തെ ആംഗിൾ ആണ് 176 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, x1 പ്ലസ് x5. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു മിഡിൽ, നമ്മൾ പഠിച്ചല്ലേ 2 ഇൻറ്റു മിഡിൽ ടേം എന്ന് എഴുതാമല്ലോ. x1 പ്ലസ് x5 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 108 എന്ന് നമുക്ക് എഴുതാം. അപ്പം x1 ഇവിടെ 36 ആകുമോ എന്നാ ചോദിച്ചത്. അപ്പം 36 നമുക്ക് ഇട്ട് നോക്കാം. 36 പ്ലസ് x5 ഈസ് ഈക്വൽ ടു എത്ര വരും? 216 എന്ന് വരും. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ x5 എത്ര വരും? 216 മൈനസ് 36 എത്രയാണ് വരുന്നത്? 180 ഡിഗ്രി വരും. അതായത് x5 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ x5 എന്ന് പറഞ്ഞിരിക്കുന്ന 180 വരും. അതായത് ഫസ്റ്റ് കോൺ 36 ആവുകയാണെന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു ഫസ്റ്റ് കോൺ 36 ആവുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ കോൺ എത്രയായിട്ട് വരും? അല്ലെങ്കിൽ ലാർജസ്റ്റ് കോൺ എത്രയായിട്ട് വരും? 180 വരും. 180 കോണുകളുടെ പോസിബിൾ ആണോ ഒരു പെന്റഗണിന്റെ കേസിൽ? നിങ്ങൾ നോക്കിയേ, പെന്റഗൺ ആണ്. പെന്റഗൺ ആകുമ്പോൾ 180 എന്ന് പറഞ്ഞാൽ ആംഗിൾ എങ്ങനെയായിട്ട് വരുന്നത്? ഇതല്ല 180 ആംഗിള്. ഇങ്ങനെ ഏതെങ്കിലും കേസിൽ വരുന്നുണ്ടോ? വരുന്നുണ്ടോ? നേരെ ഇവിടെ ഇങ്ങനെ നേരെ അങ്ങനെ ഒരു കേസ് വരുന്നുണ്ടോ പെന്റഗണിന്റെ കേസിൽ? ക്ലിയർ ആകുന്നുണ്ടോ? പറഞ്ഞ പെന്റഗണിന്റെ കേസിൽ 180 ഒരു ആംഗിൾ പറഞ്ഞാൽ നേരെ വരണം. അങ്ങനെ ഒരു കേസ് വരുന്നുണ്ടോ? ഇല്ല. ലാർജസ്റ്റ് ആംഗിൾ 180 വരുന്ന ഒരു കേസേ വരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്മോളസ്റ്റ് ആംഗിൾ 36 ആവുകയല്ല. സ്മോളസ്റ്റ് ആംഗിൾ 36 ആവുകയാണെന്നുണ്ടെങ്കിൽ ലാർജസ്റ്റ് ആംഗിൾ 180 വരും. 180 പോസിബിൾ ആണോ? അല്ല. ലാർജസ്റ്റ് ആംഗിൾ 180 ഈസ് നോട്ട് പോസിബിൾ. ഇല്ല, ലാർജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ലാർജസ്റ്റ് ആംഗിൾ 180 ഈസ് നോട്ട് പോസിബിൾ. ഇല്ല, നോട്ട് പോസിബിൾ ഇൻ പെന്റഗൺ. ഇല്ലേ, പെന്റഗണില് അത് പോസിബിൾ അല്ല. ഇല്ലേ, പെന്റഗണിൽ അത് പോസിബിൾ അല്ല. സോ 36 ഈസ് നോട്ട് എ സ്മോളസ്റ്റ് ആംഗിൾ. 36 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്മോളസ്റ്റ് ആംഗിൾ അല്ല. ക്ലിയർ ആയല്ലോ സംഭവം എന്താന്നുള്ളത്? അപ്പം നല്ലോണം വായിച്ചു നോക്കുക, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ പേജ് നമ്പർ 27 ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആൻസർ ചെയ്തു കേട്ടോ. അപ്പം ഈ ഒരു സെക്ഷൻ എല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മൾ മിഡിൽ ടേം കണ്ടുപിടിക്കാനാണ്. മിഡിൽ ടേം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടുത്തെ നോക്കി നിങ്ങൾ ആ ടേമുകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എന്താണ്, എല്ലാം പദങ്ങളുടെ എണ്ണം എങ്ങനെയാണ്? ഓഡ് നമ്പർ ആണ്. അല്ലെ, പദങ്ങളുടെ എണ്ണം ഓഡ് നമ്പർ ആയിട്ട് വന്നുകൊണ്ടല്ലേ നമ്മൾ മിഡിൽ ടേം കണ്ടുപിടിച്ചത്. ഇതുകൊണ്ടല്ലേ ഇവിടെ മിഡിൽ ടേം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു കേസിൽ നോക്കി ഇവിടെ 11 എണ്ണം ഉണ്ട്. ഇല്ലേ, പദങ്ങളുടെ എണ്ണം എന്ന് വെച്ചാൽ 11 എണ്ണം. അപ്പൊ ഓഡ് ടേം ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഓഡ് ടേം ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് എന്താണ്, മിഡിൽ ടേം വെച്ചിട്ട് നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓഡ് നമ്പർ ആണ്, സമ്മ് തുക കാണുന്ന കേസിൽ പദങ്ങളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ അതൊക്കെ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ കേട്ടോ, ഇവിടുത്തെ ഓർത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു കേസിലാവുകയാണെന്നുണ്ടെങ്കിൽ സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേം ഇൻറ്റു മിഡിൽ ടേം. ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് വരുമ്പം ഈവൻ നമ്പർ ആവുന്ന കേസ് വരും. നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആവുകയാണെങ്കിൽ നമുക്ക് വേറെ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് വേർതിരിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഓഡ് നമ്പർ ആവുകയാണ്, നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം ഓഡ് നമ്പർ ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സമ്മ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ? നമുക്ക് ബാക്കി ഒരു സെക്ഷൻ കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഈ ക്വസ്റ്റിനും ആൻസറും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്